ആ ടൈമിൽ ഞാൻ ഐഷുവിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ വീഡിയോസ് ഏതാണ്, എങ്ങനെയാണ്, എന്ത് രസമാണെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീ എന്താ തുടങ്ങി, നീ ഒരു ക്രിയേറ്റർ അല്ലേടാ, ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസി കാണിച്ചുകൂടി. ഒരാളെ റോസ്റ്റ് നീ കണ്ടന്റ് നീ റോസ്റ്റ് ചെയ്യുന്നത് ശരി, നമ്മള് എന്തോ ജോമു എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫൺ രീതിയിലെടുത്ത് നമ്മളൊരു തമാശക്ക് എടുത്ത്, നീ അതിൽ നിന്നൊക്കെ ഒരു ലൈൻ ക്രോസ് ചെയ്താണ് നീ എന്ത് നമ്മള് മന്ദബുദ്ധി മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് നീ ട്രീറ്റ് ചെയ്യുന്നത്. എന്തോ നീ ഉദ്ദേശിച്ചേ? വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ട് എന്തായാലും, നമുക്ക് ഈ കമന്റ്സ് വരുമ്പോ അറിയാം. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാത്തതാണ് എന്തോ പറഞ്ഞോണ്ട് സി പോട്ടെ. നിങ്ങള് സി ഒരു നിങ്ങളുള്ള വീഡിയോസ് ഇറക്കുന്നതും ട്രോളിനല്ല നമ്മൾ ഇറക്കുന്നത്. എനിക്കിത് പറഞ്ഞു, ഒരു മിനിറ്റ് എനിക്ക് പറയണം. ഈ ബേസിക് ഹ്യൂമൻ ഡീസൻസി ആണ് ഒരു ആളുടെ അറ്റ്ലീസ്റ്റ് മനസ്സ് വിഷമിപ്പിക്കാത്തൊരു കണ്ടന്റ് നിനക്ക് ഇറക്കാം. നീ ആ കണ്ടന്റ് ഇറക്കി, എല്ലാം പോട്ടെ, ഫീല് ചെയ്യുന്ന നീ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് വായിച്ചിട്ട് ഈ ഡിറക്ഷനും കോപ്പിലെ കമന്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി കൂടി സർക്കാസമാണ് അവന്മാരും കളിയാക്കിയതാണെന്ന്. ജോമു ആയിഷും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇപ്പം ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ. നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേദനിക്കും, ഒരാളെ റോസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ കണ്ടൻറ്റാണ്, പക്ഷെ അതിനൊരു പരിധി ഉണ്ടല്ലോ, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലാവല്ല്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, ഞങ്ങൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾ വീഡിയോസ് നിങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന ഓക്കെ, ഒരു പരിധിയുണ്ട്, പക്ഷെ മറ്റുള്ളവരെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇതേ കണക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ജോമു ആയിഷു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇവർക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇവരെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.